എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജമ്മുവിലെത്തി. ജമ്മുവിൽ ബാഗേ ബാഹു ഫോർട്ടിൻ്റെ പേരാട്ടോ, ബാഗേ ബാഹു. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. 30 രൂപയാണ് എൻട്രൻസ് ഫീസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് കണ്ടിട്ട് വന്നതാണ്. നോക്കാം നമുക്ക്. ഉള്ളിലേക്ക് കയറിയാൽ ഇതുപോലുള്ള നടവഴിയാണ്, സൈഡിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ജമ്മു എന്ന് പറയുന്നത് കാശ്മീരിൻ്റെ വിൻ്റർ ക്യാപിറ്റലാണ്. അതായത് പെരുന്തണുപ്പാകുമ്പോൾ ഇവിടെ ഭാഗത്ത് തണുപ്പായിരിക്കും. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ പെരും ചൂടൊന്നുമില്ല, എന്നാലും നമുക്ക് നമ്മളെ നാട്ടിലത്തെ ചൂട്, നാട്ടിലത്തൊക്കെ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഗാർഡൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുക, നേരം കളയുക, ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം. ഒരു ഫോർട്ട് ഉണ്ട് കേട്ടോ, ആ മേലെ ഒന്ന് തോന്നണ് കേട്ടോ. അങ്ങനെ കയറ്റം കയറി വെള്ളത്തിൻ്റെ മറ്റേ വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടാക്കിയിട്ട്, പക്ഷെ അത് അങ്ങനെ ഫുള്ള് സക്സസ് ആയിട്ടില്ല. ചീറ്റിക്കാണ്ടും മേലൊക്കെ പോകുന്നുണ്ട് അങ്ങനെ. പക്ഷെ ഉള്ളിൽ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും വേസ്റ്റുകൾ അവിടെയും ഇവിടെയൊക്കെ കൂട്ടിയിട്ടുണ്ട് പല സ്ഥലത്തായിട്ട്. പിന്നെ വെള്ളം ഇങ്ങനെ ഒരുപാട് വേസ്റ്റായി പോകുന്നുണ്ട്. ഇവിടെ വെള്ളം ഉണ്ടാവും. ഇതിൻ്റെ മറ്റേ പുഴയുടെ തീരൻ്റെ താവി റിവർ, ജമ്മു താവിയാണ്, ജമ്മു താവി റിവർ, എന്തോ റിവർ ഉണ്ട് ഇവിടെ അതിൻ്റെ തീരത്ത് തന്നെ. സംഭവം ഏത് ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. ഉണ്ടോ സംഭവങ്ങൾ എന്തൊക്കെയുണ്ട്. നമുക്കൊന്ന് മേലക്ക് കയറി നോക്കാം അല്ലേ. ഇവിടെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാശ്മീരി സ്റ്റൈലിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഉറുദുവിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ധകാലത്ത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടു എന്നുള്ളതാണ്. നമ്മളെ ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരുപാട് ഫോർട്ടുകളുണ്ട്. അതൊക്കെയാണ് നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളൂ. ഇവിടെ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കണ്ടിട്ട് റണ്ണിങ് ഒന്നും കാണുന്നില്ല. അവിടെ താഴെയാണെങ്കിലും ഇങ്ങോട്ട് മുകളിൽ കയറിയാലും എല്ലായിടത്തും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഫാമിലിയായിട്ട് വരുന്നവർക്ക് അടിപൊളിയായിരിക്കും. ഇത് ഇത്രയും കൂടെ കയറാം. ഏറ്റവും മേലെ ഇതിലേക്ക് വെള്ളം ചാടി ഇതിൻ്റെ അടിയിലൂടെ ഇതിലേക്ക് ചാടി അങ്ങനെ താഴെ വരെ ഒഴുകണം. താഴെ നിന്ന് ഇങ്ങോട്ട് തന്നെ വെള്ളം അടിക്കുന്നു. എന്താ റിവർ ഉണ്ടോ, അപ്പുറത്തേതാ ജമ്മു ടൗണ്, റിവറിൻ്റെ അങ്ങേ സൈഡിൽ. ഇതിനുള്ളിൽ കാണുന്നുണ്ടോ വമ്പൻ വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സംഭവം. ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാം. ഭാഗ്യമില്ല അമ്മണിയെ ആയുണ്ട് മടക്കിയാൾ. നമുക്ക് ഈ വാട്ടർ ഫൗണ്ടൈനും ഇവിടുത്തെ എന്താ പറയുക ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാനുള്ള വിധിയുള്ളൂ. അപ്പുറത്ത് കൂടെ വഴിയുണ്ടോ? അപ്പുറത്ത് കൂടെ വഴിയുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിൽ അങ്ങോട്ടും ഉണ്ട്. ആദ്യം നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് കാണാമല്ലേ. അയ്യവ പൊളി. വാവ്, പൊളി വ്യൂ ആട്ടോ, കിടുക്കാച്ചി വ്യൂ ആണ്. താവി ജമ്മു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗണാണ് അല്ലേ. ഇവിടെ വേറൊരു ഫോർട്ട് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ഫോർട്ടുണ്ട്. ഇവിടുത്തെ ഫോർട്ട് ഇതാ. ഇവിടെ ഞാനിവിടെ ഫോർട്ട് ക്ലോസ് ചെയ്ത് കണ്ടപ്പോൾ ഫോർട്ട് ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചു. ഇവിടെ ഫോർട്ടുണ്ട്, സംഭവങ്ങളുണ്ട്. ഗാർഡനും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ബാഗേ ബാഹു ഫോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ വാട്ടർ ഫൗണ്ടൈൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല. അതിഞ്ഞ് ഉച്ചയായതുകൊണ്ടൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ അടുത്ത് കൂടെ ഉള്ള വഴി കൂടെ നടന്ന് ഫോർട്ടിൻ്റെ അടുത്തേക്ക് നടന്നതാണ്. ഫോർട്ടിൻ്റെ അടുത്തെത്തിയെന്നല്ലാതെ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല.
പുറത്തു കൂടെ ഉള്ളൊരു വഴിയാണ്. പക്ഷേ ഈ വഴി കൊണ്ടെത്തിക്കുന്നതുണ്ടല്ലോ ഒരു ഒന്നൊന്നര വ്യൂ പോയിൻറ്റിലേക്കാണ്. ഒരു രക്ഷയില്ല. ആ പുഴ, അതിൻ്റെ ആ ചുറ്റുഭാഗം, അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ട ഫോർട്ട് കാര്യങ്ങളും അബുദാബിയും എല്ലാം കൂടെ ഒരു ഒന്നൊന്നര വ്യൂവിലേക്കാണ് എത്തിയത്. ഇതിൻ്റെ താഴേക്കെന്തോണ്ട്, അങ്ങോട്ട് പോയേക്കാം. തണലത്തിരുന്ന് കാഴ്ച കാണാനാണോ എന്തോ കണ്ടിട്ട് കോട്ടേജുകളാണെന്ന് തോന്നുന്നു. ഏതായാലും കോട്ടേജിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലുള്ള വ്യൂ പോയിൻറ്റിലേക്ക് തന്നെ പോയി നോക്കാം. ഇത് ബിൽഡിങ്ങാണ്, അതിൻ്റെ മേലെയാണ് മണ്ണിട്ടിട്ട് ഈ ചെടി, ഈ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. പൊളിയല്ലേ. ഇവിടെ ആരൊക്കെയോ ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അല്ലേ. അവിടെയൊക്കെ ഈ എന്താണ് ഉദ്യാനത്തിൽ കാഴ്ചകൾ കണ്ടിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വെയിലത്ത് എങ്ങനെ ഇരിക്കാനാ? അല്ല, ഇതിലേക്ക് കയറിപ്പോയുള്ള കഴിഞ്ഞിപ്പോൾ എവിടെയാണാവോ? പുറത്തേക്ക് തന്നെ പോകണോ? അല്ലാത്ത ജാതി. ഓരോ സ്ഥലത്തും ഒരു 30 പറഞ്ഞ ടിക്കറ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. താഴെ വാങ്ങിയത് ആ ഗാർഡനിലേക്കുള്ള, ഫോർട്ടുക്കുള്ള 30 വേറെ. ഇവിടെ എന്തോ ഒരു മീൻ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ അക്വേറിയാണോ സംശയമുണ്ട്. നമ്മളെ മലമ്പുഴയിലുള്ള പോലെ. ഇതേ ഒരു മീനിൻ്റെ കോലത്തിലുള്ള, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മീനുകൾ. നമ്മളെ നാട്ടിലത്തെ അക്വേറിയം വെച്ച് നോക്കുമ്പോൾ അതിലൊന്നുമില്ല. നമ്മൾ തിരിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ വാങ്ങിയ 30 രൂപ ജസ്റ്റ് ഈ മീനിൻ്റെ ഇത് കാണാൻ, ഈ വ്യൂ കാണാൻ കേട്ടോ. ഇനി പോട്ടിലേക്ക് എനിക്ക് ഒന്ന് വീണ്ടും 30 എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മെയിനായിട്ട് കാണാനുള്ളത് അത് മാത്രം അന്വേഷിച്ച് അതിന് ടിക്കറ്റ് എടുത്താൽ മതി. പോട്ടിലേക്ക് കയറുമ്പോൾ അതിൻ്റെ എൻട്രൻസ് പോട്ടിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ നമ്മളെ നാട്ടിലൊക്കെയുള്ള ടൂറിസ്റ്റ് ലൊക്കേഷനിലല്ലേ ഇങ്ങനെ രണ്ട് സൈഡിലും ഷോപ്പുകൾ. ആ സ്റ്റൈൽ തന്നെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു. പൂജാവിധ സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ മെയിൻ ബിസിനസ്. കണ്ടറിഞ്ഞ് ബിസിനസ്സിന് വേണ്ടി വളഞ്ഞ് തിരിഞ്ഞ് ഉണ്ടാക്കിയാണ്. ആ സൈഡിലായിരുന്നു ഫോർട്ട് ഉണ്ടായിരുന്നു. ബിസിനസ്സാണല്ലോ മെയിൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ബാഗേബാവ് ഫോർട്ടിൻ്റെ അടുത്തെത്തിട്ടോ. ഇതിലേക്ക് വീണ്ടും ടിക്കറ്റില്ല. ഞാൻ കരുതി ഇനി ഇവിടെ വീണ്ടും 30 ചോദിക്കുമെന്ന്. കാരണം എല്ലായിടത്തും ഒരു 30 വാങ്ങാണ്. ഫോർട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂലേ? എല്ലാ സ്ഥലവും അടച്ചിട്ടുണ്ടല്ലോ. സ്വിമ്മിങ് പൂള് അന്ധകാലത്ത് ഉണ്ടാക്കിയ സ്വിമ്മിങ് പൂളാണ്. എൻ്റെ പുതിയ ടൈലിട്ടതാണോ? ഏതായാലും വലിയ സ്വിമ്മിങ് പൂളാണ്. ഫോർട്ടിൻ്റെ ആ ഭാഗത്ത് നല്ല വ്യൂ ഉണ്ടാവും. അവിടെ എല്ലാം കൂടി ഒന്ന് ഫോട്ടോ എടുക്കുന്നത് നല്ല. അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യില്ല കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്. അത് പിന്നെ അവിടെയും ക്യൂ ആണ്, നല്ല ക്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടിനകത്തേക്ക് പ്രവേശനമില്ല. നല്ലൊരു പരിപാടിയല്ലേ? പക്ഷെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നല്ല വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അടിപൊളിയായതിനെ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മളെ നടൻ. ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ. ഫോർട്ടിൻ്റെ രാജവീതി. ഇതിലൂടെ അതിന് രാജാവ് വലാത്തീനത്. എന്തിനാവല്ല ഇവിടെ വലത്തീനത്? പക്ഷേ പിന്നെ സമ്മറല്ല, നമ്മളെ വിൻ്ററിൽ ഒരു പക്ഷേ ഇത് നല്ല വിൻ്ററിൻ്റെ
മറ്റേ എന്താ പറഞ്ഞിരുന്നത്, വിൻ്റർ വിൻ്റർ ക്യാപിറ്റൽ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ വിൻ്ററിൽ ഇവിടെ നല്ല കാലാവസ്ഥ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമ്മു അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ ഈ കാശ്മീരിൽ എത്ര തണുക്കണമെങ്കിൽ ചേലും കോലും കണ്ടില്ല, വെയിലത്ത് നടന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ജമ്മുവിലെ ഫസ്റ്റ് വീഡിയോ ബാഹു ഫോർട്ടും എൻ്റെ ചുറ്റുവട്ടമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.